ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. GF Good News ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം സങ്കീർത്തനം 139 1-2 വാക്യങ്ങളാണ്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നമ്മുടെ ദൈവം നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെല്ലാം ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാറില്ല. നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം നമ്മെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസം എങ്ങനെ ഉണ്ടെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ സമയങ്ങളിൽ നമ്മൾ പറയാലോ, ഒരു നഴ്സറിയിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞിന് അവന് ആ നഴ്സറിയിൽ പഠിക്കുന്ന സമയത്തുള്ള അവൻ്റെ ഒരു എക്സാം എന്ന് പറയുന്നത് അവന് വലിയ ഭാരമുള്ള ഒരു കാര്യമായിരിക്കും. എന്നാൽ വീണ്ടും അവൻ നഴ്സറി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകും, വീണ്ടും സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോകും. അങ്ങനെ കൂടുതൽ കൂടുതൽ അവൻ പഠിക്കും തോറും അതാത് സന്ദർഭത്തിലുള്ള പരീക്ഷകൾ അവന് അതാത് തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നഴ്സറി സ്കൂളിലെ കുഞ്ഞിൻ്റെ പരീക്ഷയും കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് അവന് തോന്നിയേക്കാം. രക്ഷിക്കപ്പെട്ട നാളുകളിൽ നമുക്കും ഇതുപോലെ നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടും. ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. നാം രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ വകയായി തീർന്നു കഴിയുമ്പോൾ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഉടനെ പരിശോധനകൾ ആരംഭിക്കുകയാണ്. എവിടെ നിന്നാണ്? ഉടനെ ഫസ്റ്റിലെ നമുക്ക് ആരംഭിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. നമ്മുടെ ഭവനത്തിലുള്ള ഇപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അയാൾ വിവാഹത്തിനാണെങ്കിൽ അയാളുടെ ഭാര്യ, ഇനി വിവാഹത്തിനല്ല എങ്കിൽ അയാളുടെ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ഇവരെല്ലാം എതിരായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. രക്ഷിക്കപ്പെടുന്നതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ഒരു നല്ല ജീവിതം നയിക്കാനായിട്ട് ആരംഭിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഇടത്ത് നിന്ന് നമുക്ക് എതിർപ്പുകൾ ഉണ്ടാകും. അതൊരു വിശ്വാസത്തിന്റെ പരിശോധനയാണ്. നമ്മൾ ചില ആളുകളൊക്കെ ആ സമയത്ത് തന്നെ വീണ് പിന്മാറി പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെറിയ പരിശോധനകളിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വീണു പോകുന്ന ആളുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ രക്ഷിക്കപ്പെടുന്നത് തൃശ്ശൂർ വെച്ചിട്ടാണ്. തൃശ്ശൂർ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. ആ സമയത്ത് ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ ചെറിയ ചെറിയ പരിശോധനകളെല്ലാം വന്നു, പിന്നീട് വലിയ വലിയ പരിശോധനകളിലേക്ക് ഒക്കെ വന്നു. എന്നാൽ എൻ്റെ ആ ഒപ്പം രക്ഷിക്കപ്പെട്ട പല ആളുകളും തങ്ങളുടെ അയൽവക്കത്തുള്ളവർ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് വെള്ളം വിലക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം പിന്മാറി ആ പഴയ വിഗ്രഹാരാധനയിലേക്ക് പോയതായിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്കറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ രക്ഷിക്കപ്പെട്ട നാളുകളിൽ 94 ജനുവരി 9 രക്ഷിക്കപ്പെട്ടത്. ആ വർഷമാണോ അതിൻ്റെ അടുത്ത വർഷമാണോ എന്ന് എനിക്കറിയില്ല. KFRIയിൽ ഒരു തേക്ക് കൃഷി പരിശീലനത്തിനായിട്ട് ഞാൻ പോവുകയുണ്ടായി. അവിടെ നല്ല വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം കുറവുള്ളവരുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. ഒരു 10-25 ആളുകളോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ. ചില ദിവസങ്ങൾ നീണ്ടുനിന്ന ഒരു പരിശീലനമായിരുന്നു. അങ്ങനെ അവിടെ പരിശീലന സമയത്ത് ഒരു അധ്യാപകന് ഞാനുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം പ്രായം ചെന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഞാൻ രക്ഷയുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊക്കെ ബേബി, അത് ഈ പൗലോസ് അപ്പോസ്തലൻ ചുമ്മാ കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ കുറെ മോശമായ കാര്യങ്ങൾ എഴുതി വെച്ചത് മൂലം സംഭവിച്ച കാര്യങ്ങളാണ്, നിനക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ് നീ അങ്ങനെ തെറ്റിപ്പോയെന്നെല്ലാം പറഞ്ഞ് എന്നെ വഴിതിരിക്കുവാനായിട്ട് ശ്രമിച്ചു അദ്ദേഹം. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു ശിശുവാണ്, പിറന്നു വീണത്തേ ഉള്ളൂ. ആ സമയത്ത് ഇദ്ദേഹം വലിയൊരു അധ്യാപകനാണ്, പരിജ്ഞാനമുള്ള ആളാണ്, വർഷങ്ങളോളം ബൈബിൾ വായിച്ചിട്ടുള്ള ഒരാളാണ്. പുള്ളി പറയുകയാണ്, അത് പൗലോസിന് പറ്റിയ പെശകാണ്, പൗലോസ് റോമാലേഖനത്തിൽ എഴുതിയ ചില പെശകൾ കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ തെറ്റിപ്പോകുന്നതെല്ലാം പറഞ്ഞ് എന്നെ ഒന്ന് വഴിതിരിക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. ഒരു പ്രായം ചെന്ന ആളാണ്, ഒരു അധ്യാപകനാണ്. എന്നാലും ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇയാൾ എന്നെ ചതിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു, വചനവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം അറിവൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ മനം തിരിഞ്ഞ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് കൃത്യമായിട്ട് വചനത്തെ എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടിയാണ് അതിനേക്കാളും ഭയങ്കര രസകരം. കാരണം അദ്ദേഹം എന്നോട് പറയുക, അല്ല ബേബി, ഞാനേ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തതായിരുന്നു. അതായത് നമ്മളൊരു ആണി ഒരു ഭിത്തിയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ഉറച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ഇളക്കി നോക്കില്ലേ? അപ്പൊ ഞാൻ നിന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കി നോക്കിയതാ, നീ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉറച്ചു തന്നെയാണോ, ആ വിശ്വാസത്തിൽ നിന്ന് ഉറപ്പുള്ളവനാണോ എന്ന് അറിയാനായിട്ട് ഒന്ന് ഉറപ്പിച്ച് നോക്കിയതാണെന്ന് അദ്ദേഹം പറയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും സുവിശേഷം പറയുണ്ടായി. അദ്ദേഹം രക്ഷിക്കപ്പെട്ടൊന്നുമില്ല. എന്നാൽ നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പല നിലകളിലുള്ള പരിശോധനകൾ വരുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ അധ്യാപകരിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, രാഷ്ട്രീയത്തിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്നൊക്കെ
നമുക്ക് പരിശോധനകൾ വരും. നാം ആ രക്ഷയിൽ നിന്ന് പിന്മാറി പോകാൻ തക്കവണ്ണമുള്ള പരിശോധനകൾ നമ്മുടെ ആദ്യഘട്ടങ്ങളിൽ നമുക്കുണ്ടാവും. ആ സമയത്തൊക്കെ ദൈവം നമ്മളെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കാരണം ചിലതെല്ലാം കേൾക്കുമ്പോൾ, ചിലതെല്ലാം അറിയുമ്പോൾ, ചിലരുടെ ഭാഗത്തുനിന്നുള്ള ചില കുത്തലുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പോയി ഒരിടത്ത് ഇരിക്കും. ഇത് വേണ്ടിയിരുന്നു, ഇത് പഴയതിൽ തന്നെ നിന്നാ പോരെ, അപ്പൊ ഈ ജനത്തിന്റെ എതിർപ്പ് വേണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ദൈവം നമ്മളോട് നോക്കിയിട്ട് പറയാണ്, ദാവീദ് പറയാണ്, യഹോവേ നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ദൈവം നമ്മളെ സ്കാൻ ചെയ്യുക. ഈ ഓരോ ടെസ്റ്റിലും ദൈവം നമ്മളെ സ്കാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ അകത്തെന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അകത്തെന്തൊക്കെയാണ് പറയുന്നത്, നമ്മുടെ നിരൂപണങ്ങൾ എന്തൊക്കെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറയാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും. ചില ഇരിപ്പുണ്ടല്ലോ, പോയി നിരാശപ്പെട്ടുള്ള ഇരിപ്പ്, അത് കഴിഞ്ഞിട്ട് ഒരു ദീർഘശ്വാസം വിട്ടുള്ള ഒരു എഴുന്നേൽപ്പ്. ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും എൻ്റെ നിരൂപണമൊക്കെയും നീ ദൂരത്തുനിന്ന് അറിയുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്നെല്ലാം ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്തും ദൈവം നമ്മളെ കൈവിടാതെ എൻ്റെ മകൻ ഉറച്ചു നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ദൈവം നമ്മളോട് കൂടെ ഇരിക്കുകയാണ്. അപ്പൊ നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ടതകളിൽ നമ്മൾ ആരംഭിക്കുന്നു. പോകെ പോകെ നമ്മുടെ കഷ്ടതകൾ കുറച്ചുകൂടെ വലുതായി എന്ന് വന്നേക്കാം. കാരണം നാം വിശ്വാസത്തിൽ വീണ്ടും ഉറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം എന്നുള്ള ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഓരോ കഷ്ടതയും ദൈവം നമ്മിൽ മുതൽ മുടക്കുകയാണ്. നാം ആ കഷ്ടതകളെ ജയിച്ച് കൂടുതൽ പവറുള്ളവനായിട്ട് മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ കഷ്ടതകളെ ആരൊക്കെ ഒഴിഞ്ഞു പോകുന്നു അവരൊക്കെ ഇന്നും സാധാരണ വിശ്വാസികളായിട്ട് മാത്രമേ ഇരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഓരോ കഷ്ടതകൾ കഴിയും തോറും അതിനെ അതിജീവിച്ച് ജയിച്ചു വരുന്ന ആളുകൾക്കെല്ലാം കൂടുതൽ വാഗ്ദത്തങ്ങളും അവകാശങ്ങളും അധികാരങ്ങളും ദൈവം കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കഷ്ടതകളിലും നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ട കാര്യം. നമുക്കറിയാലോ, ഒരു ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ രോഗം കണ്ടുപിടിക്കാനായിട്ട് പല തരത്തിലുള്ള സ്കാനുകളെല്ലാം ചെയ്യും. അപ്പൊ അങ്ങനെ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ അകത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ഡോക്ടർമാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ദൈവം ഓരോ കഷ്ടതകൾ തന്നിട്ട് നമ്മുടെ അകത്തുള്ള കാര്യങ്ങളെല്ലാം വെളിയിച്ചടിക്കാൻ നോക്കുകയാണ്. നമ്മുടെ അവിശ്വാസം, നമ്മുടെ പരാതികള്, നമ്മുടെ പിറുപിറുപ്പുകള്, നമ്മുടെ പ്രാർത്ഥനാക്കുറവ്, ഇതെല്ലാം ദൈവം ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കത്തക്ക രീതിയിൽ നമ്മളെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തില് എബ്രഹാമിന്റെ അടുക്കൽ ദൈവം വന്നിട്ട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഈ സർവശക്തി എന്നുള്ള വാക്ക് അതിഭയങ്കരമായ ഒരു വാക്കാണ്. ഞാൻ ഒരിക്കലും ഒരു സാത്താൻ സേവക്കാരനായ ഒരു ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടനെതിരെ എങ്ങനെ ഒരാൾ ഇന്നത് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അവൻ എന്ത് ചെയ്താലും ഞാൻ സേവിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കെതിരെ മന്ത്രവാദം ചെയ്ത ആൾ താഴെ വീണ് കഴിഞ്ഞപ്പോ ഇവൻ വന്നിട്ട് എന്നോട് പറയാ, ചേട്ടാ, ഞാൻ ചേട്ടനാ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ പേടിച്ചു പോയി. കാരണം അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് ഞാൻ കേട്ടില്ല. സർവശക്തിയുള്ള ദൈവം. ശക്തിയുള്ള ദൈവങ്ങളൊക്കെ ഉണ്ടെന്ന് ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ നാം വിശ്വസിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. എബ്രാഹിമിന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ അടുത്ത വർഷത്തിൽ വരുമ്പോൾ നിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂടാരത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നത്. എബ്രഹാമും ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം ഞാനിതിൽ വരുമ്പോൾ നിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അകത്ത് ഭാര്യ, അന്നത്തെ കാലത്തുള്ള സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കുന്നത് വളരെ ഭയഭക്തിയോട് കൂടിയാ. എബ്രഹാമിനെ യജമാൻ എന്ന് പറഞ്ഞിട്ടാണ് അവരെ ബഹുമാനിച്ചാണ് അകത്ത് നിൽക്കുന്നത്. അപ്പോ ദൂതൻ പറഞ്ഞു, നിന്റെ ഭാര്യ സാറ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോ കൂടാരത്തിനകത്താണ്. എബ്രഹാമിന് കാണാൻ പറ്റണില്ല, എന്നാൽ ദൂതന്മാർക്ക് കറക്റ്റായിട്ട് കാണാം, ദൈവത്തിന് കാണാം. ദൈവം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അകത്ത് നിന്നുകൊണ്ടേ ഒരു ചിരി എന്ന് പറഞ്ഞാൽ, പിന്നെ അതായത് പുറമെ പറയണമൊന്നുമില്ല, കാരണം ഭർത്താവ് കേൾക്കില്ലേ, അവരെ അപമാനിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉള്ളിൽ പറയാണ്, പിന്നെ ഈ വൃദ്ധയായ എനിക്ക് ഇനി സുഖഭോഗം ഉണ്ടാകാൻ പോകുന്നു, സ്ത്രീകൾക്കുള്ള മുറയെല്ലാം നിന്നുപോയി, ഇനി എനിക്ക് കുഞ്ഞുണ്ടാകുന്നേ, എന്തൊരു തമാശയാണിത് എന്ന് പറഞ്ഞ് സാറ ചിരിച്ചു. ഉടനെ ദൈവം ചോദിച്ചു, എന്താണ് സാറ ചിരിക്കുന്നത്? സാറ പേടിച്ചുപോയി. സാറ ഉള്ളിലാണ് ചിരിച്ചത്, പക്ഷെ ദൈവം സ്കാൻ ചെയ്ത് അത് കണ്ടുപിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ സാറ ചിരിക്കുന്നത്? എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അയ്യോ, ഞാൻ ചിരിച്ചില്ല. നാം ഇരിക്കുന്നത്, നാം എഴുന്നേൽക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ മുഴുവൻ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. സാറ ഉള്ളുകൊണ്ട് ചിരിച്ചാലും ദൈവം അത് കണ്ടുപിടിച്ചു. സാറ എങ്ങനെയൊക്കെ നിരൂപിച്ചു, ഞാൻ വൃദ്ധയല്ലേ, എൻ്റെ ഭർത്താവിന് ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ശക്തിയും കഴിവും ഉണ്ടോ, ഞങ്ങൾ പ്രായം ചെന്നില്ലേ, ഒരു സ്ത്രീക്കുള്ള മാസമുറ എനിക്ക് നിന്ന് പോയില്ലേ, ഇനി എനിക്ക് എങ്ങനെ കുഞ്ഞുണ്ടാകും? ദൈവം ചോദിച്ചു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നീ എന്തിനാ ചിരിക്കുന്നത്? ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് എന്ന് നമ്മുടെ ദൈവം പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് നാം കൊള്ളാകുന്നവനായിട്ട് തെളിയാൻ വേണ്ടിയിട്ടാണ്. ഓരോ പരിശോധനയും ദൈവം നമ്മളെ കൂടുതൽ കരുത്തുള്ളവനാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ദാവീദ് ഗോലിയാത്തിനെ തറ പറ്റിക്കുന്നതിന് മുമ്പ് ദാവീദിന് കാട്ടിൽ ചില പരിശോധനകൾ ഉണ്ടായിരുന്നു. സിംഹം വന്നു, കരടി വന്നു,
ഇതിനെല്ലാം എതിർത്ത് തോൽപ്പിക്കാൻ ഒരു ടെസ്റ്റ് കൊടുത്തു, അതിലെല്ലാം അവൻ വിജയിച്ചു. പിന്നെ വരുന്നത് വലിയൊരു ഗോലിയാത്തിനെ തോൽപ്പിക്കാനായിട്ടാണ്. ഓരോ പരിശോധനകളും കൂടുതൽ കൂടുതൽ നമുക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന പിശാചിനെ നിലം പരിചാക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അനേക ആളുകളും ചെറിയ പരിശോധനകൾ വരുമ്പോൾ തന്നെ വീണു പോകും. എന്നാൽ നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നാം ഉറച്ചു നിൽക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ലൂക്കോസ് 14:26 പറയുന്നത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പയക്കാതിരിക്കുകയും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോ യേശുവിനെ ഒരാൾക്ക് പിൻപറ്റണമെങ്കിൽ അവൻ അപ്പനെ, അമ്മയെ, ഭാര്യയെ, മക്കളെ, സഹോദരന്മാരെ, സഹോദരികളൊക്കെ പകയ്ക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിക്കണം എന്നുള്ള അർത്ഥമല്ല. ചില ആളുകളൊക്കെ രക്ഷിക്കപ്പെടുന്നവരുടെ അപ്പനെ അമ്മേനെ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാം സ്ഥാനം ഇനി മുതൽ യേശുവിനാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി ആര് പറഞ്ഞാലും ഉള്ളൂ. അപ്പം പറയാണ് നാളെ മുതൽ നീ പള്ളിയിൽ പോയി വിഗ്രഹത്തെ കുമ്പിടണം എന്ന് പറഞ്ഞാൽ യേശു പറയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് കേൾക്കില്ല. അതുവരെ പാരമ്പര്യങ്ങളെ അനുസരിച്ച് പോകുന്നതാണ്. എന്നാൽ ഇന്ന് യേശുവിനെ അറിഞ്ഞ നിമിത്തം യേശു പറയുന്നതിനപ്പുറത്തേക്ക് പോകുകയില്ല. അപ്പനെ അമ്മയും സ്നേഹിക്കണം എന്നുള്ളത് ദൈവകൽപ്പനയാണ്, ബഹുമാനിക്കണം എന്നുള്ളത് ദൈവകൽപ്പനയാണ്. 10 കൽപ്പനകൾ ദൈവം പ്രമാണമായിട്ട് കൊടുത്തു. അത് കൂടാതെയും 600-ലധികം കൽപ്പനകളുണ്ട്. എന്നാൽ കൽപ്പലകയിൽ എഴുതി സ്വന്തം വിരൽ കൊണ്ട് എഴുതി കൊടുത്ത 10 കൽപ്പനയിൽ വാഗ്ദത്തമുള്ള ഒരേ ഒരു കൽപ്പന ഏതാണെന്ന് അറിയാമോ? എഫെസ്യർ 6-ാം 3-ാമത്തെ വാക്യത്തിൽ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാണ്. അപ്പോ 10 കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 600-ലധികം കൽപ്പനകൾ വേറെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ വാഗ്ദത്തമുള്ള ഏക കൽപ്പന, ആദ്യ കൽപ്പന എന്ന് പറയുന്നത് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇപ്പം വിഗ്രഹങ്ങളെ ആരാധിക്കരുത് കൽപ്പനയാണ്. മേലാകാശത്തിലും കീഴ് ഭൂമിയിലും ഭൂമിക്ക് കീഴ് വെള്ളത്തിനുള്ള യാതൊന്നും നിന്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയോ വണങ്ങുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. അത് ഒരു കൽപ്പനയാണ്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, ഇതൊക്കെ കൽപ്പനയാണ്. മോഹിക്കരുത്, ഇതൊക്കെ കൽപ്പനയാണ്. എന്നാൽ ഈ കൽപ്പനകളൊക്കെ അനുസരിക്കുക തന്നെ വേണം. പക്ഷെ അതിന് പ്രത്യേകിച്ച് വാഗ്ദത്തങ്ങളൊന്നുമില്ല. എന്നാൽ താൻ ഈ ഭൂമിയിൽ കാണപ്പെടുന്ന, തന്നെ എടുത്ത് കഷ്ടപ്പെട്ട് വളർത്തുന്ന തൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തമുള്ള കൽപ്പനയാണ്. എന്താണ് വാഗ്ദത്തം? അതിന്റെ എഫെസ്യർ ലേഖനം തന്നെ 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിനക്ക് നന്മയുണ്ടാകുവാനും നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നീ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അപ്പൊ വാഗ്ദത്തം ഇതാണ്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നവന് നന്മയുണ്ടാകും, ദീർഘായുസ് ഉണ്ടാകും. അപ്പനെയും അമ്മയും ബഹുമാനിക്കാതെ അവരെ പുച്ഛിച്ചും കളിയാക്കിയും അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന മക്കൾക്ക് എവിടെ ദീർഘായുസ് ഉണ്ടാകും? എവിടെ നന്മയുണ്ടാകും? അവർക്ക് ദീർഘായുസ് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല, അവർക്ക് നന്മ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. വാഗ്ദത്തമുള്ള കൽപ്പനയാണ് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അവരെ പകയ്ക്കണമെന്ന് പറയുമ്പോൾ കർത്താവായ യേശു ഉദ്ദേശിച്ചത് യേശുവിനേക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഇനി മുന്നോട്ട് പോകും തോറും നമ്മുടെ പരിശോധനകൾ കൂടുതൽ കൂടുതൽ ഭയങ്കരമായിട്ട് തീരും. എന്നാൽ ഓരോ പരിശോധനയിലും ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വിടുവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ദാനിയേലിനെയും കൂട്ടരെ നമ്മുടെ അടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ ദാനിയേൽ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ ദാനിയേലെ ഒരു അവിടുത്തെ രാജാവ് നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ പ്രതിമ ഉണ്ടാക്കി. ചെറുതൊന്നുമല്ല, സ്വർണം കൊണ്ടൊരു കൂറ്റൻ പ്രതിമ ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, കാഹളം, തമ്പുരു, നാദം ഇങ്ങനെയുള്ള നാദസ്വരങ്ങളെല്ലാം കേൾക്കുമ്പോൾ എല്ലാ മനുഷ്യരും താൻ നിർത്തിയിരിക്കുന്ന ഈ സ്വർണ്ണ ബിംബത്തെ കുമ്പിട്ട് നമസ്കരിക്കണം. ഇതൊരു രാജകൽപ്പനയാണ്. എന്നാൽ ദാനിയേലും കൂട്ടരും അത് ചെയ്തില്ല. യഹൂദന്മാരായിരുന്ന പ്രവാസികളിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നിരുന്ന ദാനിയേലും കൂട്ടരും അത് ചെയ്തില്ല. ഉടനെ ഈ വിവരം രാജാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആര്? ഇപ്പോൾ തന്നെ കാഹളം, തമ്പുരു, നാദം എന്നിവ കേൾക്കും. അത് കേൾക്കുന്ന മാത്രയിൽ നിങ്ങൾ ഈ സ്വർണ്ണബിംബത്തെ വീണ് നമസ്കരിക്കണം. നമസ്കരിച്ചില്ല എങ്കിലോ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയും. അത് സാധാരണ രീതിയിലൊന്നുമല്ല, തീ 7 മടങ്ങ് ചൂടാക്കിയിട്ട് അതിനുള്ളിൽ ഇട്ട് കളയുമെന്ന് കഠിനമായ ഒരു കൽപ്പന രാജാവ് പുറപ്പെടുവിച്ചു. രാജാവ് വന്നിട്ട് അവിടെ നോക്കിയിരിക്കുകയാണ്, ഇവർ നമസ്കരിക്കുമെന്ന് അറിയാനായിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ശരി, രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കില്ല എന്ന് പറഞ്ഞു. രാജാവ് അങ്ങോട്ട് ക്രുദ്ധിച്ചില്ലേ, 3 കെട്ടി തീയിലേക്ക് ഇടാൻ പറഞ്ഞു. രാജകൽപ്പന കഠിനമായിരുന്നത് കൊണ്ട്, അത് അനുസരിക്കാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരെ പിടിച്ച് കെട്ടി ഭടന്മാരെ ആ ഭയങ്കരമായ തീച്ചൂളയിലേക്ക് എടുത്തു കൊണ്ടുപോയി ഇട്ടു. പക്ഷെ ആ കൊണ്ടുപോയിട്ട ഭടന്മാർ തന്നെ കരിഞ്ഞുപോയി. പക്ഷെ ഈ 3 പേര് അതിനകത്ത് കരിഞ്ഞ് ചാമ്പലാകുമെന്ന് വിചാരിച്ച് നോക്കിയിരുന്ന രാജാവ് കാണുന്ന ഒരു കാഴ്ച, 3 പേരോടൊപ്പം 4 പേര് കെട്ടഴിഞ്ഞ് തീയിലൂടെ നടക്കുന്നതാ. രാജാവ് ഭ്രമിച്ചെഴുന്നിട്ട് ചോദിച്ചു, നമ്മൾ 3 പേരല്ലേ തീയിലിട്ടത്, ഇപ്പൊ 4 പേരെ കാണുന്നുണ്ടല്ലോ, അതാരാണ്? അവരോട് പുറത്തു വരുവാനായിട്ട് പറഞ്ഞു. പുറത്തു വന്നതിന് ശേഷം അവരെല്ലാം പിടിച്ച് നോക്കുകയാണ്. അവരുടെ ആണുങ്ങളാണല്ലോ, അവരുടെ കൈകളിലൊക്കെ രോമങ്ങളൊക്കെ ഉണ്ടാകും, അവരുടെ തലയിലെല്ലാം മുടിയുണ്ടല്ലോ.
അപ്പോൾ ഇവരെല്ലാം സ്മെല് ചെയ്ത് നോക്കുകയാണ്. കരിഞ്ഞ ഒരു മണം പോലുമില്ല. അതെന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ കർത്താവിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഓരോ പരിശോധനയിലും ദൈവം നമ്മെ വിടുവിക്കുന്നവനാണ്. കഷ്ടതയേറിയ വലിയ പരിശോധന നിനക്ക് വന്നാലും നീ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് നീ ഭാരപ്പെടണ്ട. നീ ഇരിക്കുന്നത് അവൻ അറിയുന്നുണ്ട്, നീ എഴുന്നേൽക്കുന്നത് അവൻ അറിയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിന് നിരൂപണങ്ങൾ അവൻ അറിയുന്നുണ്ട്, നിന്റെ കഷ്ടത അവൻ കാണുന്നുണ്ട്. അവൻ നിന്നെ വെളിയിൽ കൊണ്ടുവരും. നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. അത് തീയുടെ മണം പോലും അടിക്കൂല. നിന്നെ കെട്ടിപ്പൂട്ടി വെക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. പക്ഷെ അവൻ നിന്നെ വളരെ ശക്തിയുള്ള, സർവശക്തിയുള്ള അവന്റെ കൈകൊണ്ട് അവൻ നിന്നെ പുറപ്പെടുവിച്ച് വെളിയിൽ കൊണ്ടുവരും. അത് ചുറ്റുമുള്ള ജാതികൾ കണ്ട് ഇതുപോലൊരു ദൈവം വേറെ ഇല്ല എന്ന് പറഞ്ഞ് നിന്റെ ദൈവത്തെ നമസ്കരിക്കുവാൻ ഇടയായിട്ട് തരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, കഷ്ടതകളിൽ കുലുങ്ങിപ്പോകല്ലേ, കഷ്ടതകളിൽ ഞെരുങ്ങിപ്പോകല്ലേ. നമുക്ക് വിശ്വാസം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ദൈവം വചനം നൽകിയിട്ടുണ്ട്. എങ്ങനെയാ വിശ്വാസം ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. യേശു ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നു. നാം വിശ്വാസത്തിൽ വർദ്ധിക്കണം. ഓരോ പരിശോധനകളിലും നാം വിശ്വാസത്തിൽ കൂടുതൽ കൂടുതൽ ഉറയ്ക്കണം. അങ്ങനെ ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കഷ്ടതകളിൽ തളർന്നു പോകല്ലേ. നിന്റെ കഷ്ടത തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാകാം. പക്ഷെ ദൈവം നിന്നെ വിടുവിച്ച് വെളിയിൽ കൊണ്ടുവന്ന് ദൈവതാമത്തെ മഹത്വപ്പെടുത്തും. അതുകൊണ്ട് കർത്താവിനെ ഉറപ്പായിട്ടും വിശ്വസിക്കുക, കർത്താവിൽ തന്നെ ആശ്രയിക്കുക. നാം ഇരിക്കുന്നത്, നാം എഴുന്നേൽക്കുന്നത്, നാം നടക്കുന്നത്, നാം കിടക്കുന്നത് എല്ലാം അവൻ അറിയുന്നുണ്ട്. പൂർണ്ണമായിട്ടും അറിയുന്ന ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവ്. ഞങ്ങൾ കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനം ജീവനും ശക്തിയുമുള്ളതാണ് കർത്താവ്. അത് മാറ്റമില്ലാത്ത വചനമാണ് കർത്താവ്. ഇന്ന് കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണം കർത്താവ്. വിശേഷമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം, അവരുടെ ആവശ്യങ്ങളുടെ മേൽ കൂടെ ഇരിക്കണം, അവരെ വഴി നടത്തണമേ കർത്താവെ. അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്തായിട്ട് എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.